നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. 40 കഴിഞ്ഞ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ടും 40 കഴിഞ്ഞ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ഭക്ഷണക്രമമാണ്. അതിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീന്റെ ഇൻടേക്ക് ആണ്. അപ്പൊ പലയധികം സ്ത്രീകൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ രാവിലെ ഒരു മുട്ട കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു മുട്ട കഴിക്കാറുണ്ട്, എന്റെ പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ വളരെ കറക്റ്റ് ആണ്. പക്ഷെ ഇത് ഒരുപാടധികം ആൾക്കാരുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രോട്ടീൻ ഇൻടേക്ക് എല്ലാം കറക്റ്റ് ആയി എന്നുള്ളത്. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് പ്രായമാവും തോറും നമ്മുടെ മസിൽ മാസ് കുറയാൻ വളരെയധികം രീതിയിൽ കാരണമാകുന്നു. അതായത് നമുക്ക് ഈ മസിൽ മാസ് ആണ് നമുക്കുള്ള ലൈഫ് എക്സ്പെക്ടൻസി, അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം ജീവിക്കും, എത്ര കാലം നമുക്ക് അസുഖങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി നമ്മൾ ജീവിക്കും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ മസിൽ മാസ് എന്ന് പറയുന്നത്. അപ്പൊ മസിൽ മാസ് കുറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കുന്ന ആയുസ് വളരെയധികം രീതിയിൽ കുറയാനായിട്ടുള്ള ഒരു കാരണമാകുന്നു. അപ്പോ ആ ഒരു മസിൽ മാസ് പിടിച്ചു നിർത്താനും മസിൽ മാസ് കൂട്ടാനും ഒപ്പം തന്നെ നമ്മുടെ ആയുസ് കൂട്ടാനും ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പൊ എത്രയാണ് പ്രോട്ടീൻ ഇൻടേക്ക്? അതായത് WHO അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സും പറയുന്നത് 1 കിലോഗ്രാമിന് 1 ഗ്രാം പ്രോട്ടീൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോ ഉള്ള ഒരാൾക്ക് 50 ഗ്രാം പ്രോട്ടീൻ. പക്ഷെ നമുക്ക് ഇതിനൊരു ആവറേജ് പറയുമ്പോൾ ഒരു 70 കിലോ ഉള്ള ഒരാൾക്ക് ഒരു 50 to 60 ഗ്രാം പ്രോട്ടീൻ നിർബന്ധമായിട്ടും ഡെയിലി കഴിക്കണം. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇത്രയൊന്നും നമ്മുടെ ആ ഒരു പ്രോട്ടീൻ റിക്വയർമെന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ 3 നേരം, അതായത് നമ്മുടെ 3 മീൽസ് പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ കൊണ്ടുവരണം. അതായത് രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു മുട്ട നിങ്ങൾ കഴിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ ചോറിന്റെ കൂടെ പനീർ കഴിക്കാം, ടോഫു കഴിക്കാം, അതുപോലെ തന്നെ ഫിഷ് കഴിക്കാം, മീൻ കഴിക്കാം, ചിക്കൻ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ കൂട്ടത്തില് തൈര് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. രാത്രി നമുക്ക് ഇതുപോലെ തന്നെ മുട്ടയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട പനീറോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ 3 നേരവും നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 3 നേരവും പ്രോട്ടീൻ എടുത്തു വെച്ച് തന്നെ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡാല് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ വളരെ നല്ലതാണ്. മുളപ്പിച്ച പയറ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം ഞാനൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, എനിക്ക് ഈ ഒരു സ്പ്രൗട്ടഡ് ആയിട്ട്, അതായത് മുളപ്പിച്ച പയറ് കഴിക്കാൻ വളരെയധികം പാടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഒരുപാട് പയർ ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് ഓരോ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മുളപ്പിച്ച പയറും കൂടെ അതിലേക്ക് ഇട്ടിട്ട് കറിയിൽ കൂടെ ഇട്ടിട്ട് അത് കഴിക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് സാലഡ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിന്റെ കൂട്ടത്തില് ഈ കുറച്ച് മുളപ്പിച്ച പയർ ഇട്ടിട്ട് നമുക്ക് സാലഡിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അത് വളരെയധികം നല്ലൊരു മെത്തേഡാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാടധികം ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് പ്രോട്ടീൻ പൗഡർ നമുക്ക് കഴിച്ചുകൂടാ എന്നുള്ളത്. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോട്ടീൻ പൗഡർ ഒരിക്കലും ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ പ്രൊവൈഡഡ് നല്ല ബ്രാൻഡ് നോക്കി നമ്മൾ മേടിക്കണം. നല്ല ബ്രാൻഡ് നോക്കി നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പൊ ഞാൻ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡർ, ഞാൻ എല്ലാ ആൾക്കാർക്കും റെക്കമെൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡറും ഒന്ന് ഓണിന്റെ പ്രോട്ടീൻ പൗഡറാണ്. ഓൺ എന്ന് പറഞ്ഞ ഒപ്റ്റിമം ന്യൂട്രീഷന്റെ പ്രോട്ടീൻ പൗഡർ വളരെയധികം നല്ലതാണ്. ഇനി അല്ലെങ്കിൽ മസിൽ പ്ലേസിന്റെ പ്രോട്ടീൻ പൗഡറും വളരെയധികം നല്ലതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു 2 ഓണിന്റെയും അല്ലെങ്കിൽ മസിൽ പ്ലേസിന്റെ പ്രോട്ടീൻ പൗഡേഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് മേടിച്ച് നിങ്ങളുടെ ലൈഫിൽ, അതായത് നിങ്ങളുടെ ഒരു ദിവസത്തുള്ള ഭക്ഷണത്തിന്റെ കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഇനി എപ്പോഴാണ് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് നമ്മൾ കഴിക്കേണ്ടത്? നിങ്ങൾക്ക് ഈവനിങ് ഒരു ഗ്ലാസ് പാലിന്റെ കൂടെ നിങ്ങൾക്ക് ഈ പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ മെച്ചപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പൊ പ്രായമാവുമ്പോൾ നമുക്ക് മുടി പൊഴിച്ചിലുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്കും കൂടി കറക്റ്റ് അല്ലെങ്കിൽ മുടി പൊഴിച്ചിൽ ഇരട്ടിയാവും. അപ്പോ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രോട്ടീനും കഴിച്ച് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് നിങ്ങളുടെ ഫുഡിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പൊഴിച്ചിൽ വളരെയധികം രീതിയിൽ കുറയുന്നതായിട്ടും കാണാം. നിങ്ങളുടെ മുടി പൊഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മുടി റീഗ്രോ ചെയ്യുന്നതിന്റെ അളവും വളരെയധികം രീതിയിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എസെൻഷ്യൽ ഫാറ്റ്. നമ്മൾ ഒരുപാടധികം രീതിയിൽ നമ്മുടെ ഫുഡിന്റെ കൂടെ ഉൾപ്പെടുത്തണം. എസെൻഷ്യൽ ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരും വിചാരിക്കും നമ്മൾ എന്താ കൊഴുപ്പ് കഴിക്കണമെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. അതായത് ഈ ഫാറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി 40 കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ 40 കഴിഞ്ഞ സ്ത്രീകളില് ഫാറ്റ് വളരെയധികം രീതിയിൽ ലോസ് ആവുന്നതായിട്ട് വളരെയധികം രീതിയിൽ നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എസെൻഷ്യൽ ഫാറ്റ് അവരുടെ ഫുഡിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം.
അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാടധികം സ്ത്രീകൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവും, മുഖമൊക്കെ ഒന്ന് ചുളിഞ്ഞു പോവും. മാത്രമല്ല റിങ്കിൾസ് വരുന്നതും ഫൈൻ ലൈൻസ് വരുന്നതിന്റെയും അല്ലെങ്കിൽ അവരുടെ ആ ഫേഷ്യൽ മസിൽസ് ഈ മുഖമൊക്കെ ഒന്ന് ചുട്ടിപ്പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ ഫാറ്റിന്റെ ലോസ് ആണ്. അപ്പോ മസിൽ മാസിന്റെ പോലെ ഇമ്പോർട്ടന്റ് ആണ് ഫാറ്റിന്റെ ഒരു അളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ എസെൻഷ്യൽ ഫാറ്റ് എവിടെ നിന്ന് കിട്ടും? ഒന്നാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെയ്യ്. അധികമായിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കാൻ ഞാൻ പറയുന്നത്, പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു സ്പൂൺ നെയ്യ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് ചോറിന്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ഇതിന്റെ ഉള്ള കൂടെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു നെയ്യ് ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ചാളമീനും അതുപോലെ നെത്തോലി മീനും ഒരുപാടധികം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ അകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അടുത്തതായിട്ട് മീൻ ഗുളിക കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. അടുത്തതായിട്ട് സീഡ് കഴിക്കുന്നത്, പംകിൻ സീഡ്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ബേസിൽ സീഡ്, കാഷ്യൂസ്, ബദാം, ഇതെല്ലാം കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. അടുത്തതായിട്ട് ഈ ഫ്ലാക്സ് സീഡ് തന്നെ വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ ഹെൽത്തിനും ഹോർമോണൽ സൈക്കിൾ ബാലൻസ് ചെയ്യുന്നതിനൊക്കെ വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം 40 വയസ്സ് കഴിയുമ്പോൾ മെനോപോസ് ഒക്കെ അടുത്ത് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരുപാടധികം ഹോർമോണൽ ഇംബാലൻസ് പലയധികം സ്ത്രീകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഹോർമോണൽ ഇംബാലൻസിനെ തടയാനായിട്ട് അല്ലെങ്കിൽ ഹോർമോൺ കറക്റ്റ് ചെയ്യാനായിട്ട് അതിന്റെ മെഷർമെന്റ്സ് ബാക്കിയുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലാക്സ് സീഡ് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അടുത്തതായിട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ ഡേറ്റ്സ് കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നല്ലതാണ്. അതുപോലെ തന്നെ അയൺ അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ കണ്ടുവരുന്നത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇന്ത്യൻ സെനാരിയോയിൽ നമ്മൾ ഒരുപാടധികം പേഷ്യൻസിനെ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയൺ അടങ്ങിയ ഫുഡ് കഴിക്കാനായിട്ട് വളരെയധികം രീതിയിൽ ശ്രദ്ധിക്കണം. അയൺ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ ചീര, മുരിങ്ങയില ഇങ്ങനെയുള്ള ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുന്നതും വളരെയധികം രീതിയിൽ നിങ്ങളുടെ അയൺ റിക്വയർമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് അയൺ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അയൺ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെയധികം രീതിയിൽ കുറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ചോറ് വലിച്ചുവാരി കഴിക്കുന്നത് നിങ്ങൾ നിർത്തുക. ചപ്പാത്തി ആണെങ്കിൽ തന്നെ 4-5 ചപ്പാത്തി കഴിക്കാൻ നിർത്തുക. 2 ചപ്പാത്തി കഴിക്കുക, ഒരുപാട് കറി കഴിക്കുക. അതുപോലെ തന്നെ ചോറിന് പകരം നിങ്ങൾക്ക് മില്ലറ്റ്സ് കഴിക്കാവുന്നതാണ്. മില്ലറ്റ്സ് വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അടുത്തതായിട്ട് നമ്മുടെ എക്സർസൈസ്. എല്ലാ ദിവസവും നിങ്ങൾ ഒരു 30 മിനിറ്റ് എക്സർസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സർസൈസ് എന്ന് പറയുമ്പോൾ കാർഡിയോ പ്ലസ് വെയിറ്റ് ട്രെയിനിങ്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നിങ്ങൾ കാർഡിയോ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, പ്രോഗ്രസീവ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പ്രോഗ്രസീവ് വെയിറ്റ് ട്രെയിനിങ്, ഡംബൽസ് വെച്ചിട്ടോ വെയിറ്റ് ലിഫ്റ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് വേണം ചെയ്യാനായിട്ട്. അതായത് ജിമ്മിൽ നിന്ന് ഉടനെ തന്നെ ഒരു 10 കിലോ എടുത്ത് പൊക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 1/2 കിലോ 0.5 kg മുതലുള്ള വെയിറ്റ് എടുത്തെടുത്ത് ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രോഗ്രസീവ് ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. പ്രോഗ്രസീവ് ആയിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ മാസ് കൂട്ടാനും നിങ്ങളുടെ ലൈഫ് എക്സ്പെക്ടൻസി ആയുസ് കൂട്ടാനും വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല കാർഡിയോ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ടിന്റെ ഹെൽത്തിനും വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല നമ്മുടെ ഷുഗർ, അതായത് ഡയബറ്റിസ് മെലൈറ്റസും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ HDL കൊളസ്ട്രോൾ കൂട്ടാനും എല്ലാം വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വെയിറ്റ് ട്രെയിനിങ്ങും അതുപോലെ തന്നെ കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പഞ്ചസാര, ഷുഗറിന്റെ അളവ് നിങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം ഈ ഷുഗർ നമ്മൾ കഴിക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് വളരെയധികം രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കാനായിട്ടുള്ള വളരെയധികം വലിയൊരു കാരണമാവുന്നു ഈ ഷുഗർ നമ്മൾ കഴിക്കും. അടുത്തതായിട്ട് ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ് നമ്മൾ കഴിക്കുക. അതായത് ഫ്രീ റാഡിക്കൽസിനെ, അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഒരുപാടധികം വിഷതുല്യമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ആക്ച്വലി നമ്മുടെ ശരീരത്തിന് ഭയങ്കര അധികം ഹാംഫുൾ ആയിട്ട് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ് ഈ ആന്റി ഓക്സിഡന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആന്റി ഓക്സിഡന്റ്സ് നമ്മൾ എപ്പോഴും നമ്മൾ കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാനും യൗവനം നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആന്റി ഏജിങ്ങിനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ആന്റി ഓക്സിഡന്റ്സ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ബ്ലൂബെറീസ് ആണ്. ബ്ലൂബെറീസ് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതുപോലെ തന്നെ വെളുത്തുള്ളിക്കകത്ത് ഒരുപാട് ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്.
ഈ ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഫുഡാണ് നമുക്ക് ശരീരത്തിന് നിറം വെക്കാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഫുഡാണ് ഗാർലിക്, അതായത് നമ്മുടെ വെളുത്തുള്ളി, ബ്രൊക്കോളി, അതുപോലെ തന്നെ നമ്മുടെ ചീര, ഇതെല്ലാം ഒരുപാടധികം ഗ്ലൂട്ടാത്തയോൺ അടങ്ങിയ ഫുഡാണ്. അതുപോലെ തന്നെ രാത്രി നിങ്ങൾക്ക് ഒരു നേരം സ്വീറ്റ് പൊട്ടാറ്റോ, അതായത് മധുരക്കിഴങ്ങ് കഴിക്കുന്നത്, അതുപോലെ റാഗി കഴിക്കുന്നത്, കൂരവ് കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. ഇതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാൽഷ്യം. നമ്മുടെ ബോഡിയിൽ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കാനല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. ഫുഡിന്റെ അകത്ത് തന്നെ നമുക്ക് കാൽഷ്യം കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയാണ്? റാഗി, കൂരവ്. ഈ കൂരവിന്റെ അകത്ത് പാലിനെക്കാളും 7 മടങ്ങ് കാൽഷ്യം അതുപോലെ തന്നെ അയണും ഉണ്ട്. കൂരവ് എന്ന് പറയുന്ന വളരെയധികം നല്ലൊരു ഫുഡാണ്. കൂരവ് നിങ്ങൾ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. വളരെയധികം രീതിയിൽ ഫൈബർ ഉള്ള ഒരു ഫുഡാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. നമുക്ക് കോളോറെക്ടൽ ക്യാൻസർ, അതുപോലെ ആമാശയത്തിലുള്ള ക്യാൻസർ, ഇതെല്ലാം മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. അടുത്തതായിട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ. ഈ സ്ട്രെസ്, ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ കൂടും. ഈ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടാനായിട്ട് വളരെയധികം രീതിയിൽ കാരണമാകും. പൊണ്ണത്തടി വെക്കാനായിട്ട് വളരെയധികം രീതിയിൽ കാരണമാകും. അതുകൊണ്ട് തന്നെ ടെൻഷൻ നമ്മൾ മാക്സിമം കുറയ്ക്കുക. ഈ ടെൻഷൻ കുറയ്ക്കാനായിട്ട് എന്താണ് ഏറ്റവും വലിയൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക, രണ്ടാമത് യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഇതൊക്കെ വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ടൊരു കാര്യമാണ് ഉറക്കം. ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഉറക്കം നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെലാറ്റോണിൻ ടാബ്ലറ്റ്സ് കഴിക്കാം. മെലാറ്റോണിൻ ടാബ്ലറ്റ്സിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരാഴ്ച ഈ മെലാറ്റോണിൻ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം റെഗുലേറ്റ് ചെയ്യാം. പ്രൊവൈഡഡ് ഈ ഉറക്കം എന്ന് പറയുമ്പോൾ ഒരു 8 മണിക്കൂർ ഉറക്കം അല്ലെങ്കിൽ ഒരു 6 to 7 മണിക്കൂറെങ്കിലും നിങ്ങൾ മാക്സിമം ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഉറക്കം എന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ പലയധികം ആൾക്കാർ പറയും ഞാൻ 2 മണിക്ക് കിടന്നിട്ട് രാവിലെ 10 മണിക്ക് എണീക്കും. അങ്ങനെയല്ല, രാത്രി 12 മണിക്ക് കിടന്നിട്ട് നിങ്ങൾ രാവിലെ ഒരു 6 മണിക്കോ 7 മണിക്കോ എണീക്കുക. ഇതെന്താണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സയൻസ് ഉണ്ട്. അതായത് രാവിലെ 12 മണി മുതൽ രാവിലെ 2 മണി, ഈ 12 AM മുതൽ 2 AM ഇടയ്ക്കാണ് നമ്മുടെ സ്പൈൻ, അതായത് നമ്മുടെ നട്ടലിനുള്ള ഹൈഡ്രേഷനും ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക് പെയിൻ, പലയധികം സ്ത്രീകളിലും ബാക്ക് പെയിൻ കാണുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അവരുടെ ഉറക്കം പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ്. അതായത് നമ്മുടെ നട്ടലിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കാനും അതിന് വേണ്ടുള്ള ഹൈഡ്രേഷൻ കിട്ടാനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ് രാവിലെ 12 മുതൽ രാവിലെ 2 മണി. ആ രാവിലെ 12 to 2 മണിക്ക് ഇടയ്ക്ക് നമ്മൾ ഉറങ്ങിയിരിക്കണം. ഉറങ്ങിയില്ലെങ്കിൽ നട്ടലിനുള്ള ഹൈഡ്രേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, രാവിലെ നിങ്ങൾ ഉറങ്ങുക. അതായത് 12 to 2 മണിയുടെ ഇടയ്ക്കുള്ള സമയം നിങ്ങൾ ഒരിക്കലും ഉണർന്നിരിക്കാനായിട്ട് പാടില്ല. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നിങ്ങളുടെ വെയിലത്ത് പോയില്ലെങ്കിൽ, വീടിനകത്ത് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഏജിങ് ആവാനായിട്ടുള്ള ആ ഒരു ഏജിങ് പ്രോസസ്സ് ഭയങ്കര രീതിയിൽ 40 വയസ്സ് കഴിയുമ്പോൾ ആക്സിലറേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിലിരുന്നാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ള സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ആണ്. നിങ്ങൾക്ക് ഡോക്ടർ ഷെത്തിന്റെ സൺസ്ക്രീൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസിങ് യുവർ സ്കിൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബ്രിങ്കിൾസും ഫൈൻ ലൈൻസും മാറാനായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഏറ്റവും നല്ല മോയ്സ്ചറൈസേഴ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സെറ്റഫിലാണ് ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്. ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് സെറ്റഫിലാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ബോഡി ലോഷൻസ് യൂസ് ചെയ്യാം. വിഷ് കെയറിന്റെ ബോഡി ലോഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ വിഷ് കെയറിന്റെ ബോഡി ലോഷൻ യൂസ് ചെയ്യാം. ഇത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഒരിക്കലും ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. ഇത് ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്യാം. നാൽപ്പാമരാതി തൈലം നമ്മുടെ സ്കിന്നിന് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നാൽപ്പാമരാതി തൈലം നിങ്ങൾക്ക് മേടിച്ചിട്ട് അത് യൂസ് ചെയ്യാം. നാൽപ്പാമരാതി തൈലത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ എന്റെ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടേക്കാം. അടുത്തതായിട്ട് ഡവിന്റെ ഒരു ബോഡി സ്ക്രബ് ഉണ്ട്. ഇത് നിങ്ങളുടെ ബോഡിയിൽ യൂസ് ചെയ്തിട്ട് ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ബോഡി വാഷ് ചെയ്യുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഈവൻ ടോൺ നൽകാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു എക്സ്ഫോളിയേഷൻ കൊടുക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യണം. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആന്റി ഏജിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് കഴുകുക. ഏറ്റവും നല്ല ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ ഡോക്ടർ ഷെത്തിന്റെ വൈറ്റമിൻ സി ആൻഡ് സെറമൈഡിന്റെ ഫേസ് വാഷ് ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ഈ ഒരു ഫേസ് വാഷ് ഇട്ട് നിങ്ങളുടെ മുഖം കഴുകാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെയും രാത്രിയും ഈ ഒരു ഡോക്ടർ ഷെത്തിന്റെ വൈറ്റമിൻ സി ആൻഡ് സെറമൈഡിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മുഖം കഴുകാവുന്നതാണ്. നിങ്ങളുടെ നിങ്ങളുടെ സ്കിൻ ടോണിന് വളരെയധികം രീതിയിൽ ഒരു വ്യത്യാസം കാണുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ മുടി തല കഴുകണം. ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്ത് നിങ്ങൾ മുടി കഴുകണം. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ട് ഹെയർ കെയറിനെയും സ്കിൻ കെയറിനെയൊക്കെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ചാനലിൽ പോയി കാണാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒന്ന് നമ്മുടെ ഡയറ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഡയറ്റ്. രണ്ടാമത് എക്സസൈസ്. മൂന്നാമത് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുക. മെന്റൽ ഹെൽത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്. അഞ്ചാമതായിട്ട് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ. ആറാമതായിട്ട് ഹെയർ കെയർ റൊട്ടീൻ. ഈ ഒരു 6 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ് കൂട്ടാനും യൗവനം നിലനിർത്താനും വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീഡിയോ മാക്സിമം ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പ്രോഡക്ട്സ് എല്ലാം ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് പി നായർ സൈനിങ് ഓഫ്. ബൈ ബൈ.